ജൂലൈ 12 രാവിലെ വെളുപ്പിനെ ഒരു 4-4:45 സമയമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലൊക്കെ കഴുകി മുടിയൊക്കെ രണ്ടായിട്ട് പിന്നെ ഇരിക്കണം. പിന്നെ അവർ വന്ന് ഇനിമ വെച്ചു. പിന്നെ നമ്മളെ ലേബർ റൂമിൽ കൊണ്ടു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അവർ വന്ന് ബേബിയുടെ ബീറ്റ് നോക്കുകയോ എൻ്റെ BP നോക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലേബർ റൂമിലോട്ട് 5 മണിയാകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ എന്നെ ലേബർ റൂമിൽ കൊണ്ടയാക്കി കഴിഞ്ഞ് നമ്മുടെ ഇട്ട ട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ഊരി വരുമെന്നാണ് പറഞ്ഞു. പക്ഷെ വന്നില്ലായിരുന്നു. അതുകൊണ്ട് ട്യൂബ് റിമൂവ് ചെയ്തിട്ട് എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നു. രണ്ട് ടാബ്ലറ്റൊക്കെ തന്നപ്പോഴത്തേക്ക് പെയിന് വന്ന് പോയ ഒരു കണ്ടീഷനിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് അവരെന്നോട് വന്ന് ചോദിക്കും പെയിൻ വന്നോ? ഞാൻ പറഞ്ഞു പെയിനൊന്നും വരുന്നില്ല, ഭയങ്കര കൂളായിട്ടിരുന്നു. പിന്നെ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ ഒരു കണ്ടീഷൻ മാറി. പെയിനെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. അത് ഏതൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് വരാത്തൊരു രീതിയിലുള്ളൊരു പെയിനായിരുന്നു. അങ്ങനെ പെയിൻ വന്ന് കുറേ നേരമായി. 11 ആയപ്പോഴത്തേക്ക് എന്നെ നമ്മുടെ ലേബർ റൂമിൻ്റെ ടേബിളിലേക്ക് മാറ്റി. ഏകദേശം ബേബിയുടെ ഹെഡ് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഹെഡ് കണ്ടു, ബേബിക്ക് മുടിയുണ്ടെന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ടേബിളിൽ കിടത്തി. ഡോക്ടർ വന്നിട്ട് ഏകദേശം കുറച്ച് സമയമെടുത്ത് 11-18 ആയപ്പോഴത്തേക്കും നമ്മുടെ ബേബി വന്നു. ബേബി ബോയ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ബേബി ബോയ് ആണ്. അപ്പോൾ എനിക്ക് ബേബി ബോയ് ആണോ ആ ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഗേളിനെ ആയിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു സത്യമാണ്, ഡെലിവറി നമ്മുടെ ബേബിയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പെയിൻ മറക്കും. സത്യമായൊരു കാര്യമാണ്. നമ്മൾ അത്രയും നേരം എന്താണോ സഹിച്ചത് ആ ഒരു പെയിൻ നമ്മൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമോ നമ്മൾ ശരിക്കും അത് മറന്നു പോകും. എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബേബിയെ വീട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്നെ മാറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമിലോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ യൂറിൻ കാര്യങ്ങളൊക്കെ പാസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റൂമിലോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ആയിരുന്നു എൻ്റെ ഡെലിവറി വ്ളോഗ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്